വരാണ്ടയിൽ തന്നെയാണ് വീട്ടിലെ തുണി അലക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടും റെസ്റ്റിംഗ് ഡേയും അമേരിക്കയിൽ നിന്ന് ചേട്ടായി വരുന്നു, ഇവിടെയുള്ളൊരു കസിൻ ചേച്ചി വരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇന്നിപ്പോൾ തുണി അലക്കാൻ വന്നു. അന്നേരമാണ് ഇതാണ് ഇവിടുത്തെ ട്രെയിൻ കണ്ടത്. ജസ്റ്റ് ഒന്ന് എടുത്താണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത ദിവസം തുടങ്ങി, നമ്മുടെ 11ാമത്തെ ദിവസം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി അലക്കാൻ വന്നതാണ്. ഞങ്ങൾ ഇത്രയും ദിവസത്തെ ട്രാവലിൻ്റെ തുണി. അപ്പോൾ നമ്മുടെ UK ഉണ്ട്, പക്ഷേ UK ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനെ പുറത്ത് കൊടുത്ത് അലക്കിയിട്ട് നമ്മുടെ വീട്ടിൽ അലക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ നമുക്ക് ഈ 2 ബാസ്ക്കറ്റ് നിറച്ച് തുണിയുള്ളതുകൊണ്ട് നമ്മൾ പുറത്ത് അലക്കാൻ വന്നു. നമ്മൾ 3 മെഷീനിലാണ് ഇട്ടേക്കണേ. ഈ മെഷീന് ആ മെഷീനിൽ ഇടുവാണ്. അപ്പോൾ ഈ കോയിൻ ഇട്ടിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്തെടുക്കാം, എന്തോരം തുണിയുണ്ടെന്നനുസരിച്ച്. ബിജോ അതെല്ലാം പറക്കി എല്ലാം സെറ്റാക്കി ഓരോരോ കളറില്ലാത്തതും കളർ പോണതും ഒക്കെ തിരിച്ച് ഇടുവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ ഇത് വലിയ സ്ഥലമാണ്, ഇതുണ്ട്, ആൾക്കാർക്ക് ഒന്ന് ഇങ്ങനെ ഇത് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേനും നമുക്ക് ഈ തുണിയെല്ലാം ഉണക്കി ഇത് ചെയ്തുകൊണ്ട് പോകാം. അതിൻ്റെ അകത്ത് പല പല ടൈപ്പ് വാഷിംഗ് മെഷീനുകളുണ്ട്. ഇതുണ്ട്, ഇത് ചെറിയ വാഷിംഗ് മെഷീനുകൾ, ഇവിടെ ഇച്ചിരി വലുത്, പിന്നെ ഇതവിടെ ഡ്രയറുകൾ ഇരിക്കുന്ന ഡ്രയറാണ്. നമുക്ക് തുണി ഉണക്കി നമുക്ക് കൊണ്ടുവരാം. പിന്നെ ഇവിടെ ടേബിളുണ്ട്, ഈ ടേബിളിൽ വെച്ച് മടക്കി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ വാഷിംഗ് മെഷീനൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് ആഴ്ചയിൽ ഒരു ദിവസം അലക്കി കൊണ്ടുപോയാൽ മതി. ഉള്ളി തിങ്ങി നമ്മൾ വാഷിംഗ് പൗഡർ നമ്മുടെ കൊണ്ടുവരണം. ഉണ്ട്, ആൾക്കാർ കൊണ്ടുപോയി വാഷിംഗ് പൗഡർ വെച്ചേക്കണം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. അപ്പോൾ എന്തൊരു നല്ല ഓപ്ഷനാണ്. അതുപോലെ ഇവിടെ കോയിൻ ഇടണം, കാർഡ് പേയ്മെൻ്റ് അല്ല. കോയിൻ ആകുമ്പോൾ അവർ ഈ കാണുന്ന ബോക്സിൽ, ഈ കാണുന്ന ബൗളിലിട്ട് നമുക്ക് തരും കോയിൻസ്. ഓരോ മെഷീൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ അതിൻ്റെ പൈസ പേ ചെയ്യണം. ഹോംലെസ് ആൾക്കാരൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഹോംലെസ് ആൾക്കാർക്ക് തൊട്ടപ്പുറത്തുണ്ട്, അപ്പുറത്തൊരു പള്ളിയുണ്ട്, പള്ളിയിൽ യൂസ് ചെയ്യാം. അവിടെ ഫ്രീ ഓഫ് കോസ്റ്റാണ്. ഹൈജീൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഹോംലെസ് ആൾക്കാരൊക്കെ അവിടെ ചെയ്യാറുണ്ട്, തൊട്ടപ്പുറത്തുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ വൃത്തിയുടെ ഒരു പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത്. ചെറിയ എക്സ്പെൻസീവ്, ഇച്ചിരി അവിടുത്തെ അപേക്ഷിച്ച് ഇച്ചിരി പൈസ വ്യത്യാസം ഉണ്ടാവും. ഇന്ന് നമുക്ക് കാനഡയിലെ ഒരു വീടിൻ്റെ ഹോം ടൂർ പോകാം. അപ്പോൾ നമ്മളിത് Airbnb ബുക്ക് ചെയ്തതാണ് ഇന്ന്. കാരണം ഇന്നിപ്പോൾ നമ്മുടെ കസിൻ ചേച്ചിയും ചേട്ടായും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരുടെയും ബിജോയുടെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തൊരു വലിയ വീട് വാടകയ്ക്ക് എടുത്തു, ജസ്റ്റ് ഒരു ദിവസത്തിന് വേണ്ടി. അത് നല്ല സ്പേഷ്യസ് ആയ ഒരു വീടാണ്, 4-5 ബെഡ്റൂമുണ്ട്, എല്ലായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇത് നേരത്തെ എന്തോ ഓഫീസായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വീടാണ്. കാരണം കയറി ചെന്ന് കഴിയുമ്പോൾ എന്തോ ബ്യൂട്ടി പാർലർ പോലെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ അങ്ങനെ ഒരു റിസീവിങ് പ്ലേസ് ഉണ്ട്. ഇതതിൻ്റെ ബാക്കി അവർ പൊളിച്ച് കളയാത്ത ഭാഗങ്ങളാണ്. പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ ഇത് മതി. കാരണം ബെഡ്റൂമുകളും ഹാളും ഡൈനിങ്ങും എല്ലാം ഓക്കെയാണ്. കയറി ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ മേളിലോട്ടുള്ള സ്റ്റെയർ, അതിൻ്റെ റൈറ്റ് സൈഡിൽ ആണെങ്കിൽ ഒരു ചെറിയ ഓഫീസ് റൂമുണ്ട്. ഈവൻ ഒരു ഗസ്റ്റ് വന്നാലും കിടക്കാൻ പാകത്തിനുള്ള ഒരു ചെറിയൊരു റൂമാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ നല്ല വിശാലമായ കിച്ചണാണ്. വിശാലമായ കിച്ചൺ എന്ന് പറഞ്ഞാൽ അതൊരു ഐലൻഡോട് കൂടിയാണ്. അപ്പോൾ വാഷിങ് മിഡിലാണ്. പിന്നെ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞിട്ടും ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. നല്ല വലിയ ഡൈനിങ് ടേബിളാണ് അവിടെ ഇട്ടിരിക്കുന്നത്. 6 പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിളാണ് ഇട്ടേക്കണേ. എന്നിട്ടും ആവശ്യത്തിലധികം സ്പേസ് ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ വേറെ ഒരു റൂം കൂടെ ഉണ്ട്. അത് വേണമെങ്കിൽ ഡൈനിങ് റൂമായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഇവരിപ്പോൾ ഇവിടെ ഗസ്റ്റിനൊക്കെ വന്നു കഴിയുമ്പോൾ ഇരിക്കാനും വർത്തമാനം പറയാനൊക്കെ വേണ്ടിയിട്ടേക്കാണ് ഒരു ഡ്രോയിങ് റൂം പോലെ. പിന്നെ പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ ഒരു ഡെക്ക് അടിച്ചിട്ടുണ്ട് പാർട്ടികളൊക്കെ നടത്താൻ വേണ്ടി. പിന്നെ അങ്ങേറ്റത്തൊരു ഷെഡുണ്ട്. പിന്നെ ഒരു പാറ്റിയോയും ഉണ്ട്. പാറ്റിയോയിലും ടേബിളും ചെയറും ഒക്കെ ഇട്ടിട്ടുണ്ട്, ബാർബിക്യൂ പോലെയുള്ള പാർട്ടികൾ നടത്താനൊക്കെ. നല്ല വലിയൊരു വീടാണ് കേട്ടോ, നല്ല സ്പേഷ്യസ് ആണ്. കിച്ചൺ ആണെങ്കിലും നല്ല വലിപ്പമാണ്. പിന്നെ മുകളിലോട്ട് കയറി പോകാനുള്ള ലാൻഡിങ് തന്നെ നല്ല വലിപ്പമുണ്ട്. അപ്പോൾ അവിടെ നിന്നും ആ സ്റ്റെയറിൽ കൂടെയാണ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഇനി മുകളിലെ കാഴ്ച അവിടെ നിന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അവിടെ സ്റ്റെയർസിൻ്റെ ലാൻഡിങ്ങിൽ തന്നെ ഒരു ചെയർ കിടപ്പുണ്ട്. വലിയ ലാൻഡിങ്ങാണ്.
ഇവിടെ ഒരു ബെഡ്റൂം എല്ലാം അറ്റാച്ച്ഡാണ്. ഈ ബെഡ്റൂം അടുത്ത ബെഡ്റൂമിലോട്ട് കണക്റ്റഡ് ആണ്. ഇവിടെ ഒരു ചെറിയ വാഷ് ബേസിനുണ്ട്. പിന്നെ ഈ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ട് അറ്റാച്ച്ഡ് ആണ് അടുത്ത ബെഡ്റൂമിലോട്ട്. പക്ഷേ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. 2 ബെഡ്റൂമുകളും ഉപയോഗിക്കാം. അതായത് കുട്ടികളെ ഇവിടെ കിടത്തിയിട്ട് അപ്പുറം പേരൻസ് കിടക്കാനുള്ള ഒരു രീതിയാണ്. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു ബെഡ്, അവിടെ ഒരു ബെഡ്. പിന്നെ മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള രീതിക്ക് ഇവിടെയുണ്ട്. മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള രീതി വലിയ ബെഡ്റൂമാണ്. സോഫയൊക്കെ ഇടാം. ആ മാസ്റ്റർ ബെഡ്റൂമിന് ഒരു ഡ്രസ്സിങ് റൂമുണ്ട്. ഒരു ഡ്രസ്സിങ് റൂമാണ്. അതിനോട് ചേർന്ന് തന്നെ വലിയ വിശാലമായ ടോയ്ലറ്റാണ്. ബാത്തൊക്കെ ആയിട്ട് ഷവറുണ്ട്. ടോയ്ലറ്റ് വേറെ ഉണ്ട്. അവിടെ ബാത്തും ഷവറും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇങ്ങോട്ട് പോയാൽ വേറെ ഒരു ബെഡ്റൂം. അതും അറ്റാച്ച്ഡ് ആണ്. അതിലുണ്ട് ഷവർ. ഇവിടെ എന്തോ വാർഡ്രോബ് പോലെ എന്തോ ആണെന്ന്. ജസ്റ്റ് ഒരു വാർഡ്രോബാണ്. ഇവിടെ കയറി വരുന്നതിൻ്റെ താഴത്തോട്ടുള്ള ലാൻഡിങ്ങിന് താഴത്തോട്ട് മേളിലുള്ള ആർക്കെങ്കിലും വേഗം പോയി നോക്കാൻ പാകത്തിന് ഒരു ഓപ്ഷനുണ്ട്. താഴത്തോട്ട് പോകുന്ന ലാൻഡിങ്. ഇങ്ങനെയാണ് സാധാരണ ഒരു കനേഡിയൻ ഹൗസ്. ഇത് ഇച്ചിരി വലിപ്പമുള്ള ഹൗസാണ് കമ്പാരിറ്റീവ്ലി.